ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹീതരും ദൈവത്താൽ പ്രിയരും ക്രിസ്തുയേശുവിൻ്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ടവരും ദൈവത്തെ സ്നേഹിച്ചും ദൈവത്തോട് പ്രാർത്ഥിച്ചും ദൈവവചനം കേട്ടും ദൈവത്തെ പ്രസാദിപ്പിച്ചും ഭൂമിയിൽ ജീവിക്കാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായ എന്നെ കേൾക്കാൻ എന്നും താല്പര്യം കാണിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഇന്നും എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമന്നും എപ്പോഴും നമുക്ക് അനുഗ്രഹങ്ങളെ തന്നും എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ വന്ന് നമ്മൾ ധന്യരാകേണ്ടതിന് നമുക്ക് അനുകൂലമായി എന്നും നിൽക്കുന്ന, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന നമ്മുടെ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ, അവിടുത്തെ ശബ്ദത്തിന് മുമ്പിൽ ഒരിക്കൽ കൂടി തലകുനിച്ച് ദൈവത്തോട് നന്ദി പറഞ്ഞ് മഹാദൈവത്തിൻ്റെ തിരുമുമ്പിലിരുന്നു കൊണ്ട് ഒത്തിരി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇന്ന് നാം ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ആത്മീക ചിന്തയിലേക്ക് കടക്കുകയാണ്. ഇന്ന് നാം ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ആത്മീക ചിന്തയ്ക്ക് ആധാരമായി വായിക്കാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നാണ്. 1 രാജാക്കന്മാർ 18-ാം അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 1 രാജാക്കന്മാർ 18-ാം അധ്യായം 36-ാമത്തെ വാക്യം. ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്ത് ചെന്നു. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ യഹോവേ, ഇസ്രായേലിൽ അങ്ങ് ദൈവമെന്നും ഞാൻ അങ്ങയുടെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ അങ്ങയുടെ കൽപ്പനപ്രകാരം ചെയ്തു എന്നും ഇന്ന് വെളിപ്പെട്ടു വരട്ടെ, ഇന്ന് വെളിപ്പെട്ടു വരട്ടെ എന്ന് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ പ്രധാന പ്രാർത്ഥനയിൽ ഏലിയാവ് പ്രാർത്ഥിക്കുന്നത്. കർമ്മേലിൽ ബാലിൻ്റെ പ്രവാചകന്മാരെ വെല്ലുവിളിച്ചുകൊണ്ട് യാഗപീഠം പുതുക്കിപ്പണത് സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങണം എന്ന ആഗ്രഹത്തോടെ അല്ല, ഇസ്രായേലിലൊരു ദൈവമുണ്ടെന്നും ആ ദൈവമാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്നും രാജാവിനും കൂട്ടർക്കും ബാലിൻ്റെ പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും ബോധ്യമാക്കി കൊടുക്കണമെന്ന ആഗ്രഹത്തോടെ ഒരൊറ്റയാൾ പോരാട്ടം നടത്തുന്ന ദൈവത്തിൻ്റെ പ്രവാചകനായിരിക്കുന്ന ഏലിയാവാണല്ലോ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഈ ഭാഗത്തെയൊക്കെ ഏറ്റവും തലയെടുപ്പോടെ നിൽക്കുന്ന ഹീറോ. ദൈവത്തിന് വേണ്ടി ഒരുവൻ നിൽക്കാൻ തീരുമാനിച്ചാൽ സ്വർഗം അവൻ്റെ പക്ഷം നിൽക്കുക. അത് ഈ വേദപുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഏലിയാവിനെ ദൈവം തിരഞ്ഞെടുത്തു, നിയോഗിച്ചു, പ്രവാചകനാക്കി എന്നുള്ളതൊക്കെ ദൈവത്തിൻ്റെ പ്രൈവറ്റ് കാര്യങ്ങൾ. നിത്യതയിൽ അല്ലെങ്കിൽ ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നൊക്കെ പറയുന്ന പോലെ ദൈവിക കാര്യപരിപാടിയിൽ ഇതൊക്കെ ഉൾപ്പെടുത്തിയിരിക്കാം. പക്ഷേ ഈ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഏലിയാവിനെക്കുറിച്ച് സാധാരണ പറഞ്ഞു കേൾക്കുന്നത് അഡ്രസ്സില്ലാത്ത, എവിടെ നിന്നോ പെട്ടെന്ന് ചാടിക്കേറി രംഗത്തേക്ക് വരുന്നൊരു പ്രവാചകനെ പോലെ, അപ്പനാരാണ് അമ്മ ആരാണെന്നൊന്നും അറിയാതെ തിഷ്ബയിൽ നിന്നുള്ള തിഷ്ബിനായ ഏലിയാവെന്നറിയപ്പെട്ടുകൊണ്ട് ആ പരിമിതിയുള്ള പരിചയപ്പെടുത്തലിൽ രംഗത്ത് വന്ന് കിടിലം കൊള്ളിച്ച് രാജകൊട്ടാരത്തിൽ കയറി ദൂത് പറഞ്ഞ് ആകാശമടച്ച് ദൈവത്തെ തെളിയിച്ച് മടങ്ങിപ്പോയ പ്രവാചകനാണല്ലോ ഏലിയാവ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ധൈര്യം, ആ വീക്ഷണം, ആ വാക്കുകൾ ഒക്കെ ദൈവം അങ്ങ് അംഗീകരിച്ചു. ഇതിൽ നിന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ദൈവത്തിന് വേണ്ടി സംസാരിക്കാൻ, ദൈവത്തിന് വേണ്ടി നിലകൊള്ളാൻ, ദൈവത്തിന് വേണ്ടി ധൈര്യം കാണിക്കാൻ, ആ വാക്ക് കേട്ടോണം കേട്ടോ, ധൈര്യം കാണിക്കാൻ ആരെങ്കിലും തയ്യാറായാൽ, സാത്താൻ്റെ ഏറ്റവും വലിയ തന്ത്രം എന്നെ കേൾക്കുന്ന എല്ലാവരും കേട്ടോളണം, നമ്മളെ ഭയങ്കരമായിട്ട് ഭയമുള്ളവരാക്കി മാറ്റുക. ആരാധിക്കാൻ പോകുന്ന കാര്യത്തിൽ അങ്ങ് മോഷ്ടിക്കാൻ പോകുന്നത് പോലെ, അയ്യോ പോലീസ് അറിഞ്ഞാൽ പിടിക്കുമെന്നല്ല, വീട്ടിലുള്ളവരറിഞ്ഞാൽ അയ്യോ, കുടുംബക്കാരറിഞ്ഞാൽ, ബന്ധുക്കളറിഞ്ഞാൽ അയ്യയ്യേ, ഈ ചിന്ത നമ്മുടെ ഉള്ളിലൊരു, അതൊരു സാത്താൻ്റെ കളിയാ ദൈവമക്കളെ എന്ന് നമ്മളതിൽ കുറിച്ച് മനസ്സിലാക്കും. ധൈര്യത്തോടെ പ്രശ്നവും പ്രതിസന്ധിയൊക്കെ ഉണ്ടാകും എന്നുള്ളത് നമ്മുടെ ബുദ്ധി നമ്മോട് പറയുന്ന വിഷയമാണ്. ഞാൻ വീട്ടിൽ വഴക്കുണ്ടാക്കാൻ വേണ്ടി ഒരു അടവ് പറഞ്ഞു തരികയല്ല. പക്ഷെ ദൈവത്തിന് വേണ്ടി ധൈര്യം കാണിച്ച് ആരൊക്കെയുണ്ടോ അവരുടെ കൂടെ ദൈവം തൻ്റെ മുഴുശക്തിയും പ്രകടിപ്പിച്ചുകൊണ്ട് നിൽക്കുക. നമ്മുടെ നെഹമ്യാവിനെയൊക്കെ അറിയില്ലേ, വെല്ലുവിളി അപമാനങ്ങളും ഒക്കെ ആയിട്ട് സംഘം ചേർന്ന് ദൈവിക പദ്ധതി നടപ്പാക്കത്തില്ലെന്ന് പറഞ്ഞ് നിന്നപ്പോഴും ഒറ്റ കെട്ടോടെ നിന്ന് ദൈവത്തിന് വേണ്ടി ധൈര്യം കാണിച്ചു. എന്തോ സംഭവിച്ചു? വേഗത്തിൽ ദൈവം കാര്യം നടത്തി കൊടുത്തില്ലേ? അങ്ങനെ ബൈബിൾ ചരിത്രത്തിലെ ഒരുപാട് ഭാഗത്ത് കാണാൻ കഴിയുന്നു. ധൈര്യം ദൈവത്തിന് വേണ്ടി ആര് കൊടുക്കുന്നോ, ധൈര്യത്തോടെ നിൽക്കുന്നോ, അവരുടെ കൂടെ ദൈവം നിൽക്കും. അങ്ങനൊരു കഥാപാത്രമായിരുന്നല്ലോ ഏലിയാവ്. കർമ്മേലിൽ ദൈവത്തെ വെളിപ്പെടുത്താൻ തീരുമാനിച്ചു. പ്രവാചകന്മാരും ബാലിൻ്റെ പ്രവാചകന്മാരൊക്കെ സമ്മതിച്ചു.
സ്വർഗത്തിൽ നിന്ന് തീയിറക്കുന്നവനാണ് ദൈവം എന്ന് പറഞ്ഞു. ബാലിൻ പ്രവാചകന്മാർ പരാജയപ്പെട്ടു. ഏലിയാവിൻ്റെ സമയമായി. ഏലിയാവിൻ്റെ സമയമായെന്നല്ല എഴുതിയിരിക്കുന്നത്, ഭോജനയാഗത്തിൻ്റെ സമയമായെന്ന്. അതൊക്കെ വ്യാഖ്യാനം ആവശ്യമുള്ളതാണ്. നല്ല ദൂതുകൾ അതിനകത്തുണ്ട്. ഞാൻ അവിടെ തൊടാതെ വിടട്ടെ. എന്താണെങ്കിലും ഈ പ്രാർത്ഥനയിൽ 3 കാര്യങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹമാണ്. പതിവ് പ്രാർത്ഥനയല്ല, പൂർവികന്മാർ പ്രാർത്ഥിച്ച അതേ പല്ലവിയല്ല. അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. 3 കാര്യങ്ങൾ ആ വാക്യത്തിൽ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. 1, ഇസ്രായേലിൽ അങ്ങാണ് ദൈവമെന്ന് വെളിപ്പെടണം. 3 കാര്യങ്ങൾ വെളിപ്പെടണം. ഇന്ന് തന്നെ വെളിപ്പെട്ടു വരണം. അതാണ് ഇന്ന് ഏറ്റവും പ്രധാനമായി എടുക്കുന്ന പദം, വെളിപ്പെട്ടു വരണം. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ 3 കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ മുമ്പ് പറയട്ടെ, ചില കാര്യങ്ങൾ വെളിപ്പെട്ടു വരണം, എങ്കിലേ കാര്യങ്ങൾ നേരെയാകത്തുള്ളൂ. എല്ലാം മറഞ്ഞു കിടക്കുക, അതാണല്ലോ വെളിപ്പെട്ടു വരിക എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം യഹോവയാണ് ദൈവം. നമുക്കറിയാം, ഏലിയാവിനറിയാം ഏലിയാവ് ദൈവത്തിൻ്റെ ദാസനാണ്. ഏലിയാവിനറിയാം ഞാൻ മണ്ടത്തരം കാണിക്കുകയല്ല, ബുദ്ധിമോശമല്ല, കൃത്യമായ ദൈവാൽ. പക്ഷേ ഇത് വെളിപ്പെട്ട് വന്നെങ്കിലല്ലേ ജനത്തിനും വീട്ടിലുള്ളവർക്കും മറ്റുള്ളവർക്കും മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ഒക്ടോബറിലെ ആദ്യത്തെ ദിവസങ്ങളിൽ ഞാൻ വളരെ സൂക്ഷ്മതയോടെ ദൈവമക്കൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ വചനം പങ്കുവെക്കുമ്പോൾ എൻ്റെ ധ്യാനത്തിൽ സ്വർഗം എന്നോട് പറഞ്ഞത്, പല കാര്യങ്ങളും വാതിക്ക കിടക്കുക, അതങ്ങ് വെളിപ്പെട്ട് വന്നാൽ മതി. ആ മറയം കീറിയാൽ മതി, രംഗത്തേക്ക് കയറി വന്നാൽ മതി. അതിന് നിങ്ങൾ ഇച്ചിരി ധൈര്യം കാണിച്ചാൽ, നിങ്ങൾ തീരുമാനത്തോടെ ദൈവത്തെ കൂട്ടുപിടിച്ച് പ്രാർത്ഥിച്ചാൽ, ഒറ്റയ്ക്കുള്ളെങ്കിലും, ഏലിയാവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ധൈര്യത്തോടെ പ്രാർത്ഥിച്ചാൽ ചില കാര്യങ്ങൾ ഈ മാസം ഇങ്ങ് വെളിപ്പെട്ട് വരുമെന്ന്. ഞാനതിന് ഉദാഹരണം പോലെ പറയട്ടെ. മുട്ടത്തോട് പൊട്ടി കോഴിക്കുഞ്ഞ് പുറത്തേക്ക് വരുന്നത് പോലെ പാകമായിരിക്കുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്, സമയമായിരിക്കുന്ന ചില വിഷയങ്ങളുണ്ടെന്നേ. ഈ മാസം ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം, അധികം പ്രാർത്ഥിക്കണം. അവിശ്വാസത്തിൻ്റെ വാക്ക് പറയില്ലെന്ന് തീരുമാനം എടുക്കണം. ആ നാക്കെ തൊട്ട് പ്രാർത്ഥിക്കണം. ഇത് വായി കൊണ്ട് ദൈവപ്രവൃത്തിയെ തടയരുത്. ഈ മാസം വാതിക്കലെത്തി നിൽക്കുന്നത് വെളിപ്പെട്ട് വരണം. ദൈവം മുട്ടത്തോട് പൊട്ടി കോഴിക്കുഞ്ഞ് പുറത്തേക്ക് വരുന്നത് പോലെ കഴിഞ്ഞ കുറേ കാലങ്ങളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, ചില നാളുകളായി അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ ദുഷ്ടശക്തിയുടെ പോർവിളിയെയും അതിൻ്റെ വെല്ലുവിളിയെയും തകർത്ത് കളയാൻ എൻ്റെ ദൈവമാണ് ദൈവം. ഞാൻ പ്രാർത്ഥിച്ചത് ദൈവത്തോടാണ്. ഞാൻ ദൈവത്തിൻ്റെ മോനാണ്, മോളാണ്. ഞാൻ ഈ കാണിച്ചതൊക്കെ ആരാണ്ടും കാശ് തന്നിട്ടല്ല, എന്നെ ആരാണ്ടും പറ്റിച്ചതല്ല. എൻ്റെ ദൈവത്തിൻ്റെ ആലോചന പ്രകാരമാണ് ഇത്രയും കാര്യങ്ങൾ നടന്നതെന്ന് തെളിയേണ്ടതിന്, വെളിപ്പെട്ടു വരേണ്ടതിന്. കരഞ്ഞുകൊണ്ട് കഥയില്ല. ഞങ്ങളെപ്പോലെ ആരെങ്കിലും ഫോൺ നമ്പർ എടുത്ത് വിളിച്ചുകൊണ്ടും കഥയില്ല. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം, പ്രാർത്ഥിക്കാം. പക്ഷേ ഒറ്റക്കിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഏലിയാവിനെ പോലെ. നിങ്ങൾ ഈ ദൂത് നിങ്ങൾക്കുള്ളതാണെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഒക്ടോബറിൽ ചില കാര്യങ്ങൾ വെളിപ്പെട്ടു വരും. അങ്ങനെയാണല്ലോ വാക്ക് ചെന്ന് നിൽക്കുന്നത്. വെളിപ്പെട്ടു വരും. ദൈവത്തിൻ്റെ സന്നിധിയിൽ വെളിപ്പെട്ടു വന്നു ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ. പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം, 1, ഇസ്രായേലിൽ അങ്ങാണ് ദൈവമെന്നും, ഇസ്രായേലിൽ ഒരു ദൈവം ഉണ്ടെന്നല്ല, കുറേ ദൈവങ്ങളിൽ ഒരു ദൈവമാണെന്നല്ല, അങ്ങ് മാത്രമാണ് ദൈവമെന്ന് വെളിപ്പെടണം. 2, ഞാൻ അങ്ങയുടെ ദാസനാണെന്ന് വെളിപ്പെടണം. 3, ഈ കാര്യങ്ങളൊക്കെയും ഞാൻ അങ്ങയുടെ കൽപ്പന പ്രകാരമാണ് ചെയ്യുന്നതെന്ന് വെളിപ്പെടണം. ഞാൻ പറയട്ടെ, എനിക്കറിയാം നിങ്ങളിൽ പലരും ഈ സന്ദേശം കേൾക്കുമ്പോൾ പോലും നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും പ്രിയപ്പെട്ടവർ പറയും, അവൾക്ക് ഭ്രാന്താ, 24 മണിക്കൂർ ഇത് വെച്ചോണ്ടിരിക്കാൻ എന്ന് പറയില്ലേ. ഇത് ആ ധാരണ തിരുത്തണം. ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് ദൈവം എന്നെ ഉപയോഗിക്കുന്നത് കൊണ്ടും സ്നേഹിക്കുന്നത് കൊണ്ടും ഇത് ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരമാണ് എന്ന് ചിലർക്ക് ബോധ്യമാകും. എനിക്കറിയാം. പക്ഷേ എൻ്റെ കൂടെയുള്ളവർക്ക്, എൻ്റെ വീട്ടിലുള്ളവർക്ക്, എൻ്റെ പിള്ളേർക്കും, എന്നെ എതിർക്കുന്നവർക്കും മനസ്സിലാകണം. അതാണ് വെളിപ്പെട്ട് വരണം എന്ന് പറയുന്നത്. നീ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ, നീ വേദപുസ്തകം വായിക്കുമ്പോൾ, അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തിൻ്റെ കൽപ്പനകളനുസരിച്ചപ്പോൾ പിള്ളേർ പോലും പറഞ്ഞു വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അതൊന്ന് തിരുത്തണം. അത് ഈ മാസം ഒത്തിരി പ്രാർത്ഥിച്ചാൽ, ധൈര്യം സംഭരിച്ച് പ്രാർത്ഥിച്ചാൽ
ഒറ്റയ്ക്കാണെങ്കിലും ദൈവത്തിൻ്റെ പാദപീഠത്തിൽ പോയി കിടന്ന് ദൈവത്തോട് കരഞ്ഞാൽ, വെറുതെ ഇരുന്നാൽ ഒന്നും വെളിപ്പെടില്ല കേട്ടോ. 4 പേരോട് പറഞ്ഞാൽ ഒന്നും വെളിപ്പെടില്ല കേട്ടോ. ഫോണിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞിരുന്നാൽ വെളിപ്പെടില്ല കേട്ടോ. ഒറ്റയ്ക്കിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. സമയം കണ്ടെത്തി പ്രാർത്ഥിക്കണം. പ്രാർത്ഥനാ സമയം കൂട്ടണം. കാലത്തും വൈകുന്നേരം പ്രാർത്ഥിക്കാറുണ്ട്, കട്ടിലേരുന്ന്, അതല്ല പറയുന്നത്. വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കണം. ചില വിഷയങ്ങൾ വെളിപ്പെട്ട് വരും. ദൈവം തെളിയിക്കും. ഞാൻ വീണ്ടും പറയുന്നു, മുട്ടത്തോട് പൊട്ടി കോഴിക്കുഞ്ഞിറങ്ങുന്നത് പോലെ ചില വിഷയങ്ങൾ, സത്യം, മറുപടി, ദൈവപ്രവൃത്തി, വിടുതൽ, വഴികൾ വെളിപ്പെട്ട് വരും. ദൈവം അത് ചെയ്യും. അതിനുള്ള തയ്യാറെടുപ്പ് സ്വർഗത്തിൽ ഞാൻ ആത്മാവിൽ കാണുന്നു. വിശ്വസിക്കുന്നവർക്കത് ഫലിക്കട്ടെ. ഈ മാസത്തെ നമുക്ക് അങ്ങനെ അലങ്കൃതമാക്കാം, അനുഗ്രഹമാക്കാം. നമുക്ക് ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കാം, ധൈര്യം സംഭരിക്കാം, ദൈവത്തിൻ്റെ കൃപയിൽ അമരാം. ഇപ്പം ഞാൻ പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി സ്തോത്രം. മഹാദൈവത്തിൻ്റെ കൃപയാൽ വചനത്തിലേക്ക് നോക്കിയപ്പോൾ ഈ മാസത്തേക്ക് ദൈവം തരുന്ന ആലോചനകൾക്ക് നന്ദി. എന്തൊക്കെയോ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കുടുംബങ്ങളിൽ വെളിപ്പെട്ട് വരാൻ, കണ്ണുനീരിൻ്റെ മറുപടി, ഉപവാസത്തിൻ്റെ മറുപടി, തേങ്ങലുകളുടെയും ഏങ്ങലടികളുടെയൊക്കെ മറുപടി വെളിപ്പെട്ട് വരാനുണ്ട്. കർത്താവപ്പച്ച, വെളിപ്പെട്ട് വരട്ടെ. വിശ്വസിക്കുന്നവർക്ക് സംഭവിക്കട്ടെ. ചില രോഗസൗഖ്യങ്ങൾ, ചില നന്മകൾ, ചില വഴി തുറക്കലുകൾ, ചിലരുടെ ഭാവി സംബന്ധമായ കാര്യങ്ങൾ, വിവാഹ കാര്യങ്ങൾ എല്ലാം വെളിപ്പെട്ട് വരട്ടെ. എവിടെയോ തടസ്സം വന്ന് കിടക്കുന്നത്, മറഞ്ഞു കിടക്കുന്നത്, കർത്താവേ വെളിപ്പെട്ട് വരട്ടെ. സ്വർഗം ചെയ്യുന്നതിന് നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ പിതാവേ. ആമേൻ.